വഴയില ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ബേക്ക് ഭാഗത്ത് ഒരു വീട്ടിലാണ്. നമസ്കാരം, അനന്തപുരി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വഴയില ശാസ്താ ക്ഷേത്രത്തിന്റെ ബേക്കിലാണ് കേട്ടോ. ഇവിടെ ഒരു 4 പേരുണ്ട്. ഇവിടെ ഇന്നത്തെ മഴയിൽ, കനത്ത മഴയിൽ ഇവിടെ മൊത്തവും വെള്ളം കയറി, വീട് മൊത്തവും വെള്ളം കയറിയിരിക്കണം കേട്ടോ. വീടിന്റെ പകുതി ഭാഗം വെള്ളം കയറിയിരിക്കുന്ന ആ കാണാനാണ്. നമുക്ക് അവിടെ തന്നെ ചോദിക്കാം. വളരെ കഷ്ടമാണ് കേട്ടോ. ഇവിടെ ആണുങ്ങളായിട്ടൊന്നും ഇല്ല അല്ലേ? അപ്പൊ എത്ര 2 മക്കളാണോ? 2 കുട്ടികൾ എത്രയാണ് പഠിക്കുന്നത്? ഇവിടെ 2 മക്കളാണ്, 2 പെമ്പിള്ളേരാണ്. ഒന്ന് 8ലും ഒന്ന് 9ലും. പിന്നെ അമ്പലവൊക്കെ സ്കൂളിലല്ലേ? അമ്പലവൊക്കെ സ്കൂളിലാണ് പഠിക്കുന്നത്. കഷ്ടമാണ് കേട്ടോ. കാരണം ഇവരൊന്നും പുറത്തിറങ്ങില്ല. ഞാൻ വരുമ്പോൾ ഇവിടുത്തെ കതവൊക്കെ അടച്ചിട്ട് അവർ അകത്തിരിക്കുകയാണ്. ഇവിടെ മൊത്തവും വെള്ളമാണ്. റോഡ് ഏത് തോടെന്ന് അറിയാത്ത ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ വന്ന് തട്ടി വിളിച്ചിട്ടാണ് കതവ് തുറക്കുന്നത്. കണ്ടപ്പോഴും ഈ കാണുന്ന ഭാഗം തന്നെയാണ്, മൊത്തവും വെള്ളമാണ്. നമുക്ക് എന്തായിരുന്നാലും അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. വളരെ വിഷമമുള്ള കാര്യമാണ്, നമുക്ക് കാണാം. ഈ കാണുന്നതാണ് കേട്ടോ. വളരെ വിഷമം തോന്നിയ ഒരു കാര്യമാണ്. ഇന്നലെ രാത്രി പെയ്ത് തുടങ്ങിയ മഴയാണ്. തോരാതെ നിൽക്കുകയാണ്. ഈ സമയത്ത് തിരുവനന്തപുരത്ത് പരിസര പ്രദേശങ്ങളും പല സ്ഥലത്തും വെള്ളം കയറി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തന്നെ വഴയില ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ബേക്ക് ഭാഗമാണ്. ഒരു തോടും ഒരു റോഡും കൂടെയാണ്. ആ റോഡ് ഏതെന്ന് അറിയാത്ത രീതിയിൽ വെള്ളം കുത്തൊഴുക്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം കാര്യങ്ങളൊക്കെ. മോളുടെ പേരെന്താ? സംസാരിക്കില്ല. മോള് സംസാരിക്കില്ല കേട്ടോ. മോക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മോളുടെ അമ്മയടുത്ത് തന്നെ ചോദിക്കാം. ചേച്ചി ഇങ്ങോട്ട് കുറച്ചുകൂടെ നീങ്ങിക്കാമോ? ചേച്ചിയുടെ പേരെന്താണ്? ഷീജ. എത്ര മക്കളാണ്? 2 മക്കളാണോ? ഇതാരാണ്? അമ്മയാണോ? അമ്മയാണ്. മക്കൾ എത്രയിലൊക്കെ പഠിക്കുന്നു? മൂത്താള് 9ലാണ്, ഒരാള് 7ല്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അമ്പലവോക്ക് ഗേൾസ് സ്കൂളാണ് അല്ലേ? ഇവിടെ വെള്ളം കയറിയിട്ട് ഇവിടെ കറണ്ട് അടിക്കില്ലേ? ഇങ്ങനെ വെള്ളം കയറി സംഭവിച്ചിട്ടുണ്ടല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും വെള്ളം കയറുമ്പോൾ? വളരെ അപകടമല്ലേ? ആ കിണറല്ലേ കിടക്കുന്ന? ആണ്ടാ, കിണർ ഏതാണെന്ന് പോലും അറിയില്ല കേട്ടോ. കിണറെല്ലാം മൂടി കിടക്കുകയാണ്. വളരെ വളരെ കഷ്ടമാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ വീടാണ് കേട്ടോ. ഈ കാണുന്നത് വീട്ടിൻ്റെ അകമാണ്. അവർ നിൽക്കുന്നത് ഈ വീടും പരിസരമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പുറത്തെ വീടെല്ലാം ഇതെല്ലാം വീടിൻ്റെ പരിസരങ്ങൾ മാത്രമല്ല, വളരെ അവർ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. ആ കാണുന്നവരെല്ലാം അതിൻ്റെ അപ്പുറത്ത് അവിടെയും വെള്ളം കയറിയിട്ടുണ്ട്. ഇതേ മട്ടത്തിലാണ് തോടും റോഡും ഒക്കെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത്. മഴവെള്ളം ഇന്ന് രാവിലോട്ട് കയറിയതാണോ അതോ രാവിലോട്ട്? അപ്പൊ രാവിലോട്ട് നിങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ല? അല്ല, ഇപ്പൊ ഈ വെള്ളം കയറുമ്പോഴേ നിങ്ങൾ പിന്നെ എങ്ങനെ പുറത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാതെ? മഴ പെയ്തപ്പോ അപ്പുറത്തെ ജിമ്മിലെ പയ്യ ഉണ്ടായിരുന്നു. അവര് കുട്ടികളെ 20 അടി വെള്ളത്തിൽ നീന്തി വന്ന് കുട്ടികളെ മതിലിനപ്പുറത്താക്കിയിട്ട് കയറ് കെട്ടി ഞങ്ങൾ വലിച്ചാണ് 3 പ്രാവശ്യം ന്യൂറയിൽ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഈ കാണുന്ന ചേച്ചിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാണ് അല്ലേ? ബ്രെയിൻ ട്യൂമറാണോ? ബ്രെയിൻ ട്യൂമറാണ്. 3 ഓപ്പറേഷൻ കഴിഞ്ഞതാണ് കേട്ടോ. എല്ലാവർക്കും വളരെ കഷ്ടമാണ് കേട്ടോ. ഒരു വീട് ഞാൻ വന്നപ്പോൾ ഈ കാണുന്ന കാഴ്ച വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ കണ്ടോ, അവിടെ വെള്ളമാണ് കയറി കിടക്കുന്നത്. നമ്മുടെ വീടും പരിസരമൊക്കെ കറണ്ടൊക്കെ ഉള്ള വീടാണ് കേട്ടോ. കാരണം 2 മക്കൾക്ക് ഒരു കുട്ടി സംസാരിക്കുന്ന കുട്ടിയല്ലേ അല്ലേ? സംസാരിക്കുന്ന മോളല്ല. ആ മോള് സംസാരിക്കില്ല, ചെവിയും കേട്ടുകൂടാ, സംസാരിക്കില്ല. ആ നിൽക്കുന്ന മോള്. ഇനി ഒരു മോളുള്ള ഇവിടെ പോയി, മൂത്ത ചേച്ചിയുടെ പോയിരിക്കണം കേട്ടോ. അപ്പം വളരെ കഷ്ടമാണ്. ഈ ചേച്ചിക്കും വയ്യ, ഈ അമ്മയ്ക്കും വയ്യ. ആണുങ്ങളില്ലേ അല്ലേ? ഭർത്താവ് മരിച്ചുപോയി അല്ലേ? അമ്മയ്ക്കൊരു ഇതുണ്ടായിരുന്നു. അമ്മയുടെ ചേട്ടൻ മരിച്ചുപോയി. അപ്പോൾ നമുക്കിത് കണ്ടോ, നമ്മൾ കാണേണ്ടതാണ്. സാധാരണക്കാരൊക്കെ ഇതൊക്കെ നമ്മുടെ സർക്കാരും ഒക്കെ കാണണം. നമ്മളെ തോടിന്റെ അരുവിനാണ് കേട്ടോ. ഒരു വ്യക്തി പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ വന്നപ്പോ ഇവിടെ കതവടച്ചിരിക്കണവര്, കതവടച്ച് ഇതിന്റെ അകത്ത് ഈ വെള്ളത്തിൽ കതവടച്ചിരിക്കണം. എവിടെയെങ്കിലും ഒന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അടിക്കാം. 3 പേർക്കും മരണം. അതാണ് സംഭവം. ഇത് കണ്ടോ, ഇത് കാണണം. ഇത് കണ്ട ഒരു സാധാരണക്കാരന്റെ അവസ്ഥയാണത്. ഇത് കാണണം. നമ്മൾ കാണാതെ പോവല്ല. ഇതൊരു സാധാരണക്കാരന്റെ അവസ്ഥയാണ്. കാരണം ഒരു വ്യക്തി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ വെള്ളം കയറി ഇതിന്റെ അകത്തിരുന്നിട്ട് ഒരു വ്യക്തികളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് കണ്ടോ, ഇതാണ് അവർ അടുക്കള. നമ്മൾ മനസ്സിലാക്കണം, നമ്മളും നിങ്ങളും ഒക്കെ ഓരോ മനുഷ്യരാണ്. ഇത് കണ്ടോ, ഇതാണ് അവർ അടുക്കള. ഇന്ന് ഈ വെള്ളം തോന്നു പോയാൽ തന്നെയും അവരെങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്? ഇത് കണ്ടോ, റോട്ടിൽ കിടക്കുന്ന വേസ്റ്റ് വെള്ളം തൊട്ട് തോട്ടിൽ കിടക്കുന്ന തൊട്ട് ഒഴുകി വരുന്ന വെള്ളം വരെ ഇതിന്റെ അകത്തുണ്ട്. ഇത് കണ്ടോ, ഇതാണ് അവസ്ഥ. നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ഈ വീഡിയോ കാണുന്നവര് ഇവരെയൊക്കെ ഒന്ന് സഹായിക്കണം. നമ്മൾ പറയേണ്ടത് ഒന്ന് സഹായിക്കണം. കാരണം ഈ ആളും പേരുമില്ലാത്ത ഈ വീട് ഇതുപോലത്തെ 2 പെൺപിള്ളേര്
ഒരു അമ്മാമ്മ ഒരു ആൺതുണയില്ലാതെ ഈ വീടും തോടുമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ നമ്മളെല്ലാം ആരും കണ്ടില്ല എന്ന് വെക്കല്ലേ കേട്ടോ. ഇതൊക്കെ ഇത് കണ്ടോ. ഈ ഇപ്പൊ കാണുന്നത് ഈ മോൾക്ക് ഒന്നും സംസാരിക്കാൻ കഴിയാത്ത മക്കളാണ് കേട്ടോ. നമ്മളൊന്നും സാമ്പത്തികമുള്ളവരല്ല. ഇവരിനി എന്നാണ് ഇതെല്ലാം തോന്നുന്നത്. തുണിയെ നനഞ്ഞു, എല്ലാം നനഞ്ഞു കേട്ടോ, മൊത്തവും നനഞ്ഞ്. ഞാൻ വന്നപ്പോ കഥ പടച്ചിരിക്കണവര് ഒന്നും കൊല്ലം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. നമുക്ക് പോവാനും വിടാനില്ല. നമ്മൾ അന്യദേശക്കാണെങ്കിൽ 8 ഓപ്പറേഷൻ കഴിഞ്ഞു. കൂടെ 3 ഓപ്പറേഷൻ അപ്പൊ നമ്മളിവിടെ കാണുന്നത് വളരെ ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, കുടുംബം വളരെയേറെ ബുദ്ധിമുട്ടുകൾ യാതനകൾ അനുഭവിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് സംസാരശേഷിയില്ലാത്ത ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ അമ്മയ്ക്ക് അസുഖമാണ്. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് ഈ ഒരു ദയനീയ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ജീവനും സ്വത്തിനും പോലും ഒരു ഭീഷണിയാവുന്ന ഒരു തലത്തിലേക്ക് ഈ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിന് നടപടിയെടുക്കാനുള്ളൊരു ആർജവം ഇവിടുത്തെ ഭരണകർത്താക്കൾ ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഈ മേഖലയെല്ലാം സ്ഥലങ്ങളിൽ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനമില്ല. ഇതിന്റെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ സാധനങ്ങളും നഷ്ടപ്പെടുന്ന, വെള്ളം കയറി നഷ്ടപ്പെടുന്ന, മണിക്കൂറുകളോളമായി അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് അവരിന്നിപ്പോൾ ഇവിടെ മണിക്കൂറുകളോളം ഈ കട്ടിലിന്റെ പുറത്ത് കയറി, മേശയുടെ പുറത്ത് കയറിയിരിക്കുന്നത്. ഇത് നമ്മൾ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അടിസ്ഥാനപരമായിട്ട് അവർക്ക് ഇത് വേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നതാണ്. ഇതിനെതിരെ ഒരു നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് വരണമെന്നാണ് നാം പറയുന്നത്. നമ്മുടെ സേവാഭാരതിയുടെ ഇവരെ ഇപ്പൊ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാവിധ സഹായം ആ സൈഡിൽ ചേർന്ന് പോണേ. ഇങ്ങോട്ട് വരെ